ആസിഫ് അലിയുടെ സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ റീവാച്ച് ചെയ്യുന്ന സിനിമകളിലൊന്നാണ് ഹണി ബി. 2013 പുറത്തിറങ്ങിയ സിനിമ സംവിധാനം ചെയ്തത് ലാലിന്റെ മകനും നടനുമായ ജീൻ പോൾ ലാലായിരുന്നു. ജീൻ പോളിന്റെ സിനിമ അരങ്ങേറ്റം കൂടിയായിരുന്നു ഹണി ബിയിലൂടെ സംഭവിച്ചത്. സിനിമയിൽ നായിക ഭാവനയായിരുന്നു. ലാൽ, ബാബുരാജ്, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, അർച്ചന കവി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തത്. ചിത്രത്തിലെ പാട്ടുകളും കോമഡി സീനുകളുമെല്ലാം ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. നായകനായി ആസിഫ് അലി മുൻനിരയിലേക്ക് ഉയർന്നു വരുന്ന സമയത്ത് സംഭവിച്ച സിനിമ കൂടിയായിരുന്നു ഹണി ബി. ഇപ്പോഴത്തെ ഹണി ബിയുടെ റിലീസ് ദിവസം സിനിമ കാണാൻ ഭാര്യ സമയ്ക്കൊപ്പം തിയേറ്ററിൽ പോയപ്പോഴുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് ആസിഫ് അലി. അടുത്തിടെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സംസാരിക്കവേ നൽകിയ അഭിമുഖത്തിലാണ് ഹണി ബി സിനിമയെക്കുറിച്ച് ആസിഫ് അലി സംസാരിച്ചത്. ചിത്രത്തിൽ തന്റെ ലിപ് ലോക്ക് സീനുണ്ടെന്ന് പറയാതെയാണ് ഭാര്യയുമായി തിയേറ്ററിലേക്ക് പോയതെന്നും അന്ന് തന്നെക്കാൾ ടെൻഷൻ അടിച്ചത് ലാലായിരുന്നു എന്നും ആസിഫ് അലി പറഞ്ഞു. സിനിമ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് ബോട്ടിൽ വെച്ച് നായിക ഭാവനയെ ആസിഫ് അലി ചുംബിക്കുന്ന സീനുള്ളത്. വിവാഹം കഴിഞ്ഞ ശേഷം ഞാനും സമയം ആദ്യമായി തിയേറ്ററിൽ ഒരുമിച്ച് പോയി കണ്ട സിനിമ ഹണി ബി ആയിരുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ ഭാവനയെ കിസ് ചെയ്യുന്നൊരു സീനുണ്ട്. സമയ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായി എൻ്റെ ഒരു സിനിമ കാണിക്കാൻ തിയേറ്ററിൽ കൊണ്ടുപോവുകയാണ്. ഈ കിസ്സിംഗ് സീനിനെ കുറിച്ച് ആർക്കും ഒരു ഐഡിയയുമില്ല. ഞങ്ങൾ കുറച്ചുപേർക്ക് മാത്രമേ ഇങ്ങനൊരു സീൻ സിനിമയിലുണ്ടെന്ന് അറിയൂ. ലാൽ സാറിന് അന്ന് 2 ടെൻഷനാണ് ഉണ്ടായിരുന്നത്. ഒരു ടെൻഷൻ മകൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ എന്നതായിരുന്നു. മറ്റൊന്ന് എൻ്റെ കിസ്സിംഗ് സീൻ സിനിമയിലുണ്ടെന്നതാണ്. സിനിമയുടെ റിലീസിന്റെ തലേ ദിവസം മുതൽ കിസ്സിംഗ് സീനിനെ കുറിച്ച് സമയോട് പറയണോ എന്ന് ലാൽ സാർ എന്നോട് നിരന്തരം ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നാണ് ഞാൻ തിരിച്ചു വെച്ചത്. കല്യാണം കഴിഞ്ഞ് അവൾ ആദ്യമായി നിനക്കൊപ്പം നിന്റെ ഒരു സിനിമ കാണാൻ വരുമ്പോൾ നീ നായികയെ ലിപ് ലോക്ക് ചെയ്യുന്നുവെന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നാണ് ലാൽ സാർ എന്നോട് ചോദിച്ചത്. ഈ സീക്വൻസ് എത്താറായപ്പോൾ ലാൽ സാർ സമയുടെ മുഖത്തേക്കാണ് നോക്കിയത്. പക്ഷെ സീൻ കണ്ടിട്ട് സമയുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ശേഷം ലാൽ സാർ വന്ന് മോളെ ഇത് ശരിക്കും ഫിലിം അടുപ്പിക്കുന്നതാണ്, അല്ലാതെ കിസ് ചെയ്യുന്നതല്ലെന്ന് സമയോട് പറഞ്ഞു. എന്നോടുള്ള കെയറിങ്ങിന്റെയും ഇഷ്ടത്തിന്റെയും പേരിലാണ് അന്ന് ലാൽ സാർ സമയോട് അങ്ങനെ പറഞ്ഞത്. എനിക്കിതൊക്കെ അറിയാമെന്നായിരുന്നു സമയുടെ മറുപടി എന്നും ആസിഫ് അലി പറയുന്നു. വെറും സിനിമാ സൗഹൃദം എന്നതിലുപരി സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും പോലെയാണ് ആസിഫ് അലി ജീൻ പോളുമായും ബാലു വർഗീസുമായും ലാലിന്റെ കുടുംബങ്ങളുമായെല്ലാം അടക്കം സൂക്ഷിക്കുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ആസിഫ് അലിക്കൊപ്പം എപ്പോഴും നിന്നിട്ടുള്ളതും ഇവർ തന്നെയാണ്.